വലിയ വലിയ സംഭവങ്ങളാണ്, വലിയൊരു ബിസിനസ്സാണ് 25,000 രൂപക്ക് സെറ്റ് ചെയ്യാൻ പക്ഷേ 25,000 രൂപയ്ക്ക് സാറ് പറഞ്ഞ വലിയ സംഭവം എന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞൊക്കെ വളരെ ചെറിയ സംഭവങ്ങൾ മാത്രമാണ്. ഈ ഫ്രാഞ്ചൈസി എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിലേക്ക് വരികയാണെങ്കിൽ ഫ്രാഞ്ചൈസി കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവർക്ക് രണ്ട് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറെ ആൾക്കാരാണ്. അതെ അതെ. പക്ഷെ അവർക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് മാർക്കറ്റിൽ ഒരുപാട് ഇപ്പോൾ NRI വന്ന ഒരുപാട് പേര് എന്തെങ്കിലും ജോബ് വേണം, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേണമെന്ന് കാണുന്ന ഒരുപാട് പേര്. അവർക്ക് നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന്, അവർക്ക് ഒരു ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ട് പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മളൊരു പാസീവ് ഇൻകം ഓഫർ ചെയ്യാണ്. നേരത്തെ പ്രൊമോട്ടേഴ്സിന് ജസ്റ്റ് ലീഡ് മാത്രം കൊടുത്തുകൊണ്ട് പാസീവ് ഇൻകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് ഒന്ന് പാസീവ് ഇൻകം കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ കമ്പനി സംബന്ധിച്ചിടത്തോളം വിത്തിൻ 2 ഇയർ നമ്മൾ 10,000 ഡാറ്റാബേസ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ 10,000 ഡാറ്റാബേസും ഓരോ ഭാഗത്തുള്ള ഫ്രാഞ്ചൈസിയുടെ അണ്ടറിലായിരിക്കും ഓട്ടോമാറ്റഡ് പോയി പ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ പ്ലേസ് ചെയ്യുമ്പോൾ ഇവർ കൊടുക്കുന്ന എൻക്വയറികൾ ആ ഫ്രാഞ്ചൈസി ത്രൂ ആണ് നമുക്ക് എൻക്വയറി പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഈ നടക്കുന്ന വോളിയത്തിന്റെ 10% വരുമാനം ആ ഫ്രാഞ്ചൈസിക്ക് പാസീവ് ഇൻകം ആയിട്ട് കിട്ടും. അവർ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്? ഒരു വർക്കും ചെയ്യുന്നില്ല. ജസ്റ്റ് കമ്പനിയുടെ ഓതറൈസ് ഫ്രാഞ്ചൈസി ആയി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മന്ത്ലി നല്ലൊരു ഇൻകം അവർക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് അവരെന്താണ് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വരുന്നത് 25,000 പ്ലസ് GST ആണ്. 25,000 രൂപ മാത്രം? തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായും. ഇപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് വലിയ വലിയ സംഭവങ്ങളാണ്, വലിയൊരു ബിസിനസ്സാണ് 25,000 രൂപക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ 25,000 രൂപയ്ക്ക് സാറ് പറഞ്ഞ വലിയ സംഭവം എന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞൊക്കെ വളരെ ചെറിയ സംഭവങ്ങൾ മാത്രമാണ്. കാരണം നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്പർ ഓഫ് സർവീസും പ്രോഡക്റ്റും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നാളെ നമ്മൾ നെക്സ്റ്റ് സെഗ്മെന്റ് പറയാൻ പോകുന്ന സർവീസ് പ്രൊവൈഡർ ഇതിലേക്ക് വരുമ്പോൾ സാർക്ക് മനസ്സിലാവും. സോ എല്ലാ സർവീസും ആഡ് ചെയ്തുകൊണ്ട് ഈ ഒറ്റ ഇൻവെസ്റ്റ്മെന്റ്, ഈ ഒറ്റ രജിസ്ട്രേഷൻ കോസ്റ്റിൽ നമുക്ക് എല്ലാ സർവീസും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും.